പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ 12:15 വരെയുള്ള ചെറിയ സമയം, നമ്മൾ 25 മിനിറ്റാണ് നമ്മൾ കാണാൻ പോവുക. നമ്മുടെ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നേഴ്സസ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് ചില ചിന്തകൾ പങ്കുവച്ചിൻ്റെയൊക്കെയോ ഭാഗമായിട്ടുള്ള ചില കൊച്ചു ചിന്തകളാണ്. നമുക്കറിയാം, കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പ്രതിബദ്ധത എന്നാണ് പറയുക. നമുക്കറിയാം, ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുവാൻ ഭാഗ്യം കിട്ടിയവരാ നമ്മളൊക്കെ, അല്ലേ? ഭൂമിയിൽ മനുഷ്യരായി ജനിക്കുവാനുള്ള ഭാഗ്യം കിട്ടിയവർ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു തലമാണ്. ഇനി അതിനപ്പുറമായിട്ട് മറ്റൊരു തലം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? കുറെ കൂടി ഉയർന്നൊരു തലമെന്ന് പറയുന്നത് വിശ്വാസികളായിട്ട് ആയിരിക്കാനുള്ള ഒരു കൃപ കിട്ടിയിരിക്കുന്നവരാ നമ്മൾ, അല്ലേ? ഇത് രണ്ടും ഒന്നാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്കറിയാം, നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ഓർത്ത് നോക്കിയാൽ അത് അടുത്തൊരു തലമാണ് വിശ്വാസിയായിരിക്കാൻ പറ്റുന്നത്. ഇനി മൂന്നാമതൊരു തലമുണ്ട്. എന്താണത്? ഒരു കത്തോലിക്ക വിശ്വാസിയായിരിക്കാൻ പറ്റുന്നത്. അതൊരടുത്ത തലമാണ്. നമുക്കറിയാം, ഭൂമിയിൽ ധാരാളം വിശ്വാസികളുണ്ട് പല മതങ്ങളിലും. പക്ഷേ കത്തോലിക്ക വിശ്വാസത്തെ നമ്മൾ എത്രമാത്രം വിലമതിക്കുന്നുണ്ട്? പള്ളിയിൽ പോകാൻ, കൂദാശ സ്വീകരിക്കാൻ, യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളാകാൻ, മകനും മകളുമാകുവാൻ ഉള്ള കത്തോലിക്ക വിശ്വാസത്തിൽ അത് നമ്മുടെ ഒരു അടുത്തൊരു തലമാണ്, അല്ലേ? വീണ്ടും നാലാമതൊരു തലമാണ് ഇതുപോലെ കരിസ്മാറ്റിക് കത്തോലിക്ക നവീകരണത്തിൻ്റെ ഭാഗമാകുവാൻ പറ്റുന്നത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, കരിസ്മാറ്റിക് നവീകരണത്തെ വിളിക്കുന്നത് കൃപയുടെ പ്രവാഹമാണ്, കറണ്ട് ഓഫ് ഗ്രേസ്. ഇറ്റ് ഇസ് കരിസ്മാറ്റിക് നവീകരണം എന്ന് പറഞ്ഞ കൃപയുടെ പ്രവാഹമാണ്. ആ കൃപ എന്താണെന്ന് മനസ്സിലാക്കാൻ, അതുകൊണ്ടാണ് ഫ്രാൻസിസ് പരിശുദ്ധ പിതാവ് 2017 കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ജൂബിലി ആഘോഷത്തിന് ആഗോള സഭയിലെ മുഴുവൻ കരിസ്മാറ്റിക്കുകാരെ റോമിലെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യം, പ്രിയപ്പെട്ട കരിസ്മാറ്റിക്കുകാരെ, നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം അത് ശ്രേഷ്ഠമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം അത് ശ്രേഷ്ഠമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന സമ്പത്തല്ല പറഞ്ഞത്, നിങ്ങൾക്കുള്ള കഴിവുകളല്ല പറഞ്ഞത്, നിങ്ങൾക്കുള്ള മറ്റൊന്നുമല്ല. ഇത്രേ പറഞ്ഞുള്ളൂ. കരിസ്മാറ്റിക് 10,000-10,000 ആളുകൾ ഒരുമിച്ച് വലിയൊരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടിയിരിക്കുക. ജാഗരണ പ്രാർത്ഥനയ്ക്ക് വന്ന് അവിടെ തന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത്, അദ്ദേഹം ഇറ്റാലിയനില്ല പറഞ്ഞു, ഞങ്ങൾക്ക് ഇറ്റാലിയൻ അറിയില്ല. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഇറ്റാലിയനെ അറിയാവുന്ന അച്ഛന്മാരും അവർ പറഞ്ഞു, അച്ഛാ, അതിൻ്റെ അർത്ഥം ഇതാണ്, പ്രിയപ്പെട്ട കരിസ്മാറ്റിക്കുകാരെ, നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം അത് ശ്രേഷ്ഠമാണ്. എത്ര അർത്ഥവത്ത! ഈ ഒരു 4 തലമുണ്ട്. 1, ഭൂമിയിൽ മനുഷ്യനാകാനുള്ള ഭാഗ്യം കിട്ടി, അല്ലേ? 2, ഒരു വിശ്വാസിയാകാനുള്ളൊരു ഭാഗ്യം കിട്ടി. 3, ഒരു സ്റ്റെപ്പ് കൂടി കയറി കത്തോലിക്ക വിശ്വാസിയാകാനുള്ള. 4, കരിസ്മാറ്റിക് നവീകരണം എന്ന ഈ ആനന്ദം അനുഭവിക്കാനുള്ള, മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം കിട്ടിയവരാ. ഞാനിപ്പോഴും പറയാറുണ്ട്, ഞാനൊരു അച്ഛനുണ്ട്, ഒരിക്കലും ഒരു ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അച്ഛനെ ക്ഷണിക്കാൻ വേണ്ടി ഭരണങ്ങാനത്ത് ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഞാനുണ്ട്, കരിസ്മാറ്റിക് ലീഡേഴ്സ് ഉണ്ട്, ഞാൻ കരിസ്മാറ്റിക്കിൻ്റെ ചെയർമാനാണ്, ഓൾ കേരള ചെയർമാൻ. അപ്പോൾ ഞങ്ങൾ അച്ഛനെ ചുമ്മാ എന്തോ ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഭരണങ്ങാനത്ത് വെച്ചൊരു പരിപാടി നടത്തും, നമ്മുടെ അസിസ്റ്റ് ചെയ്യാൻ. ചുമ്മാ അവിടെ ഉണ്ടായിരുന്ന ഒരു സീനിയർ അച്ഛൻ, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അച്ഛൻ്റെ ഡോക്ടറേറ്റൊക്കെ ഉള്ള അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, അച്ഛാ, അടുത്ത ആഴ്ച ഇവിടെ കരിസ്മാറ്റിക്കിൻ്റെ പ്രോഗ്രാം നടക്കുക, ജൂബിലി നടക്കുക, ഓൾ കേരള മിത്രമാരും ഒക്കെ ഒത്തിരി പേര് വരുന്ന വലിയൊരു ഇതാണ്, അച്ഛൻ സമയമുണ്ട് ഇറങ്ങണം. അന്നേരം പുള്ളി എന്നോട് പറയുക, അല്ലേലും നീ ആ വട്ടന്മാരുടെ നേതാവാണല്ലോ അല്ലേ എന്ന് ഒരു പുച്ഛത്തോടു കൂടി ഒരു ചിരിച്ച്. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കരിസ്മാറ്റിക് ഓൾ കേരള ലീഡേഴ്സ്, ഞാൻ ചെയർമാൻ, വൈസ് ചെയർമാൻ ഒക്കെ ഉണ്ട്, നിങ്ങളറിയാവുന്ന ആളുകളൊക്കെ, അവർക്ക് മുഖത്തടിച്ചത് പോയി. അല്ലേലും നീ ആ വട്ടന്മാരുടെ ലീഡറാണല്ലോ എന്ന്. ഞാൻ ഒരു ചിരിച്ച്, വിളിക്കേണ്ട ആവശ്യം പോലും ഇല്ല, ചുമ്മാ ഞാൻ വെറുതെ ചെന്നപ്പോൾ പറഞ്ഞതാ, അടിയും മേടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ ഉള്ളിൽ ഞാൻ മനസ്സിലാക്കി, ദൈവമേ, ഞാനൊരു റോമിലും പഠിക്കാൻ പോയിട്ടില്ല, ഒരു ഡോക്ടറേറ്റും എടുത്തിട്ടില്ല, ഈ കുഞ്ഞു ധ്യാനം പരിപാടിയായിട്ട് ഞാൻ നടന്നിട്ടുള്ളൂ.
ഈ മനുഷ്യൻ റോമിൽ പോയി ഡോക്ടറേറ്റ് എടുത്തിട്ടു. ആ മനുഷ്യൻ ഈ കത്തോലിക്ക സഭയിൽ കോടിക്കണക്കിന് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കരിസ്മാറ്റിക് നവീകരണം എന്താണെന്നുള്ള മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി പോലും നീ കൊടുത്തില്ലല്ലോ. ദൈവമേ, എനിക്കത് കിട്ടിയില്ലോ എന്ന് ഓർത്തപ്പോൾ ഉള്ളു തുറന്ന് ഞാൻ ആനന്ദിക്കുകയാണ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അനുഭവമാണിത്, കരിസ്മാറ്റിക് നവീകരണം. നമ്മളതിൽ അഭിമാനിക്കണം, ദൈവത്തിന് നന്ദി പറയണം. എത്രയോ ആളുകൾ കിട്ടാത്തവരുണ്ടല്ലേ. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു കൃപയാണ്. അതുകൊണ്ട് നാലാമതൊരു തലമുണ്ട്. ഇപ്പം ഇത് നാലും ഒരേപോലെയല്ല. ഒരു മനുഷ്യനായിരിക്കുന്ന പോലെയല്ല വിശ്വാസി, അത് അടുത്ത തലമാണ്. ഒരു വിശ്വാസി ആയിരിക്കുന്ന വെറുതെ പോലെയല്ല ഒരു കത്തോലിക്ക വിശ്വാസി. ഒരു കത്തോലിക്ക വിശ്വാസി ആയിരിക്കുന്ന പോലെ അല്ല. എന്താണ് ഇത്? അടുത്ത തലമാണ്, വളർന്ന തലമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട്, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ സ്കൂട്ടർ ഓടിക്കുന്ന ആളെ നമ്മൾ ഡ്രൈവിങ് അറിയാമെന്ന് പറയും അല്ലേ. സ്കൂട്ടർ ഓടിക്കുക, അവരൊരു ഡ്രൈവറാണ്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കും. എന്നതാ ഓടിക്കണേ? സ്കൂട്ടർ ഓടിക്കുമെന്ന് പറയും. ഡ്രൈവിങ് അറിയാം. പക്ഷെ സ്കൂട്ടർ ഓടിക്കുന്ന പോലെയാണോ ഒരു കാർ ഓടിക്കുന്നത്? രണ്ടും വണ്ടി ഓടിക്കില്ല, പക്ഷേ അത് അടുത്ത തലമാണ് അല്ലേ. ഒരു സ്കൂട്ടർ ഓടിക്കുന്ന ബാലൻസും അതിനുള്ള പഠിപ്പും അതിനുള്ള അറിവും പോരാ, അനുവാദവും പോരാ. ഒരു കാർ ഓടിക്കണം, അത് അടുത്ത തലമാണ് ഡ്രൈവിങ്ങിൻ്റെ. ഇനി ഒരു കാർ ഓടിക്കാൻ, എനിക്കറിയാം കാർ ഓടിക്കാൻ, ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം കാർ ഓടിക്കാൻ. പക്ഷേ നമുക്ക് പലർക്കും ബസ് ഓടിക്കാൻ അറിയാവോ? നമ്മുടെ കയ്യിലേക്ക് ബസ് എടുത്ത് ഇന്ന് ഇങ്ങനെ ഇരിക്കും, 10 പേരോടെ ഉണ്ടെങ്കിൽ ചവടൊക്കെ ഫിക്സ് ചെയ്തിട്ട് പോന്നാൽ മതി. എപ്പോഴവസ്ഥ അല്ലേ, അതല്ലേ നമുക്കറിയാവോ? അത് ഡ്രൈവിങ്ങാണ്, ബസ് ഓടിക്കുന്നത്. പക്ഷേ അത് ഡ്രൈവിങ്ങിൻ്റെ അടുത്ത തലമാണ്. ഇനി വലിയ ട്രക്കുകൾ ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, എറണാകുളത്ത് ഞാൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കരിസ്മാറ്റിക്കിൻ്റെ കേന്ദ്രത്തിലായിരുന്നപ്പോൾ ഈ മെട്രോയൊക്കെ പണി നടന്നുകൊണ്ട് അവിടെ 10-100 ടയറുള്ള വള്ളി, പ്രത്യേകിച്ച് മെട്രോയുടെ ഈ തൂണും അതോടൊപ്പം മെട്രോയുടെ ബീമുകളൊക്കെ കൊണ്ടുവന്ന വണ്ടികൾ കാണാം. ചുമ്മാ ഈ ആന്ധ്രയിൽ നിന്നും ബംഗാളിൽ നിന്നും വന്ന ഈ പെൻസിൽ പോലെ ഇരിക്കുന്ന ചെറുപ്പക്കാരന്മാർ ഇവിടുന്ന് അതിൻ്റെ ഒരറ്റം ഇവിടെ കിടക്കുവാണെങ്കിൽ അടുത്ത അറ്റം കിടക്കുന്നത് അഹമ്മദിയിലാണ് കിടക്കണത് വണ്ടിയുടെ. അതുപോലെ നീളമുള്ള വണ്ടിയാണ്. ഈ ഇച്ചിരി ഇല്ലാത്ത പെൻസിൽ പോലെയുള്ളവന്മാർ ഇങ്ങനെ തിരിച്ചോണ്ട് എന്താണ് പറയുക, ആ വളവൊക്കെ തിരിച്ചു പോകുന്നത് ഞങ്ങൾ കൗതുകത്തോടെ നോക്കിയിരുന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ബസ് ഓടിക്കുന്നവനോട് പോയി അത് ഓടിക്കാൻ പറഞ്ഞാൽ അവിടെ കിടക്കുള്ളൂ, ഓടുവോ തിരിയുവോ? കിടക്കൂല. കാരണം നമ്മുടെ ഇവിടെ ഡ്രൈവർ ഇവിടെ നിൽക്കും, അതിൻ്റെ മൂല കിടക്കണേ അങ്ങ് കോതമംഗലത്താണ് കിടക്കണത്. അത് ഡ്രൈവിങ്ങാ, അതിൻ്റെ അടുത്ത തലമാണ്. ആ ട്രക്ക് ഓടിക്കുന്ന ട്രെയിലർ ഓടിക്കുന്നവനോട് പോയിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഓടിക്കാൻ പറഞ്ഞാൽ അവൻ ഓടിക്കുവോ? അതും ഡ്രൈവിങ്ങിൻ്റെ അടുത്ത. ഇതെല്ലാം ഡ്രൈവിങ്ങാ, പക്ഷേ ഉയർന്ന തലങ്ങളാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതങ്ങളും. അപ്പം നമുക്കൊക്കെ ഈ ഒരു വലിയൊരു കൃപയിലായിരിക്കാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്ന വ്യക്തികൾ. അതുകൊണ്ടാണ് അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇറ്റ്സ് എ കോൾ വിത്തിൻ ദ കോൾ. പറഞ്ഞ എന്താണ്? ഇറ്റ്സ് എ കോൾ, ഇതൊരു വിളിയാണ്. ബട്ട് വിത്തിൻ ഇറ്റ്സ് എ കോൾ വിത്തിൻ ദ കോൾ എന്ന് നമ്മൾ പറയില്ലേ, ഇതൊരു വിളിയാണ്. ആ വിളിയുടെ ഉള്ളിലെ ഒരു വിളി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട പ്രതിബദ്ധത എത്രയാണെന്ന് ഓർത്ത് പോയിക്ക്. ഇത്ര ശ്രേഷ്ഠമായൊരു വിളിയാണെങ്കിൽ, ഒരു ഇൻവിറ്റേഷൻ ആണെങ്കിൽ, ഉത്തരവാദിത്തമാണെങ്കിൽ നമ്മൾ എത്രമാത്രം അതിന് നമ്മൾ സമർപ്പണം ചെയ്യണം, എത്ര വില കൊടുക്കണം. ഒരു മലയാളം ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തേ, അത് ഒരു ഇത് വായിച്ചേ. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 2:6. മർക്കോസ് 1:2-6 ഇച്ചിരി വായിച്ചാൽ മതി. നമ്മൾ അറിയാൻ പരിചയമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 2 മുതൽ 6 വരെ. ഒച്ചത്തി വായിച്ചോ. സ്നാപയോഹന്നാന്റെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട 1, 2, 3 വായിച്ചോ. ശ്രദ്ധിക്കണേ. യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചു. വിളിച്ച് 2 അരയിൽ തോൽപ്പെട്ട ചുറ്റി. ഓക്കെ. ഇനി അവൻ്റെ ഭക്ഷണം എന്താ? ആദ്യം വസ്ത്രം, 2 ഭക്ഷണം. കാട്ടുതേനും വെട്ടുകിളിയും. ഓക്കെ, മാത്രം മതി.
നമ്മൾ കാണുന്ന ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഏറ്റവും വലിയ VIP ആണ് ഈശോ, അല്ലേ? ഈ ലോകത്തിൽ ഏറ്റവും വലിയ VIP ആയി ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്നവനാണ്, പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥനാണ് ആര്? വാസ്തവം പറഞ്ഞാൽ ഈ സ്നാം. അവൻ്റെ ജീവിതം നിങ്ങളൊന്ന് എടുത്തു നോക്കി. ഒരു സാധാരണ മനുഷ്യൻ്റെ പോലെ ആയിരുന്നു. നമ്മൾ പറയാറില്ലേ, ഒരു മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്ന് പറയുന്നത് 3 ഏതൊക്കെയാ? അത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഈ 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ, അല്ലേ? നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഈ ഒരു പ്രോട്ടോകോൾ. ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ വരികയാണെങ്കിൽ നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് വരുന്നതിന് മുമ്പ് അവിടുന്ന് പ്രോട്ടോകോളിൻ്റെ ആളുകൾ, ഉത്തരവാദിത്തമുള്ള ആളുകൾ, അദ്ദേഹം വരുന്ന സ്ഥലം വന്നിട്ട് ഇൻ്റലിജൻസ് എല്ലാം വന്ന് ചെക്ക് ചെയ്യും. അമേരിക്കൻ പ്രസിഡന്റ് വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അതിന് മുമ്പ് വന്ന് ചെക്ക് ചെയ്യാൻ അമേരിക്കയിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരാളെയാണോ പറഞ്ഞയക്കുന്നത്? ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളെ അയക്കുന്നത്, അല്ലേ? അത് മനസ്സിലാക്കാനും. അപ്പം അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ VIP ആയ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ ദൈവം തെരഞ്ഞെടുത്തത് അത്ര ശക്തിയുള്ളവനെയാ. അതിനെക്കുറിച്ചാണ് പറഞ്ഞ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ. അപ്പം ദൈവം കൊടുത്ത വിലയോർത്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ ഓർത്ത് നോക്കി, ഈ മനുഷ്യൻ വന്നിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ട 3 കാര്യങ്ങൾ അവനുണ്ടായിരുന്നോ ആവശ്യത്തിന്? അവൻ എവിടെയാ താമസിച്ചത്? മരുഭൂമിയിൽ അവൻ താമസിച്ചത്. ഒരു നല്ല ഭവനമില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ പ്രിയപ്പെട്ടവരെ, ഇവന്റെ അപ്പൻ ആരായിരുന്നു? സ്നാപകന്റെ അപ്പൻ ആരാ പറഞ്ഞേ? സക്കറിയ. അമ്മ ആരായിരുന്നു? പിന്നെ സക്കറിയ ആരായിരുന്നു? അപ്പൊ അന്നത്തെ കാലത്ത് പഴയ നിയമജനത്തിന്റെ ഭാഗമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പുരോഹിതൻ, നല്ല ശുശ്രൂഷ ചെയ്യുന്നവൻ, സമൂഹത്തിൽ വേണ്ടപ്പെട്ടവൻ, അറിയപ്പെട്ടവൻ, വിലയുള്ളവൻ, ഓട്ടോമാറ്റിക്കായിട്ട് അവൻ എന്തുണ്ടാകും? നല്ല പാർപ്പിടവും വസ്ത്രവും നല്ല എല്ലാം ഉണ്ട്, അല്ലേ? അങ്ങനെയുള്ളൊരു മനുഷ്യന്റെ മകനായിട്ട് പിറന്നവനാ. പക്ഷെ ഇവനെവിടെയാണ് ജീവിക്കാൻ ഇടം കിട്ടിയത്? മരുഭൂമിയിൽ വെച്ച അവന് എന്താണ് പറയുക, ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാവും. മരുഭൂമിയിൽ വെച്ചാണ് ദൈവം ഇടപെടുന്നത്. അവൻ മരുഭൂമിയിൽ വസിച്ചത് ഓർത്തു നോക്കി. ഇതിനെന്താ ഇതിനർത്ഥം? വീണ്ടും നമ്മളെന്താ രണ്ടാമതെന്താ കാണുന്നത്? അവൻ്റെ വസ്ത്രം എന്തായിരുന്നു? ഒരു സാധാരണ, നമുക്കറിയാം, ഒരു പുരോഹിതൻ ധരിക്കുന്ന, ഒരു പുരോഹിതന്റെ മകനാണെങ്കിൽ അവൻ ധരിക്കേണ്ട വസ്ത്രം പളവള വസ്ത്രങ്ങളായിരുന്നു. പക്ഷെ ഇവനുണ്ടായിരുന്നു ഒട്ടകരോമം. ഒരു ബേസിക് ആയിട്ടൊരു വസ്ത്രമില്ല. അടുത്തതെടുത്തേ, അരയിൽ തോർ. വീണ്ടും ഇനി അവൻ്റെ ഭക്ഷണം എന്തായിരുന്നു? കേട്ടുകളും അതോടൊപ്പം വസ്ത്രം എന്തായിരുന്നു? അവൻ്റെ ഭക്ഷണം ഓർത്ത് നോക്കി. സാമാന്യം നല്ലൊരു ഭക്ഷണമുണ്ടോ? ഇതാണ് മനുഷ്യർ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ഒരു മടിയുമില്ലാതെ എടുക്കുന്ന ത്യാഗത്തിൻ്റെ പേരാണ് സ്നാപകയോഹന്നാൻ. പ്രൈസ് ദി ലോർഡ്. അതായത് തന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തത്തിന് വേണ്ടി ഈ മനുഷ്യൻ കൊടുത്ത വില എന്താണെന്ന് നോക്കിയേ. ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പോലും വേണ്ടെന്ന് വെച്ച് കർത്താവിന് വേണ്ടി മരുഭൂമിയിൽ പോയി താമസിക്കാൻ, നല്ലൊരു വസ്ത്രം വേണ്ട, നല്ല ഭക്ഷണം, ഇതല്ല ഞാൻ വന്നിരിക്കുന്നത്, ഇതല്ല എൻ്റെ നിയോഗം. എൻ്റെ നിയോഗം അവന് വഴിയൊരുക്കുക. അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും മറന്നുകൊണ്ട് അത്രമാത്രം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളോട് പ്രതിബദ്ധത കാണിക്കുന്ന ഒരു മനുഷ്യൻ, കർത്താവിന് വേണ്ടി ത്യാഗമേറ്റെടുക്കുന്ന ഒരു വ്യക്തി. നമ്മൾ നവീകരണത്തിൽ നമുക്ക് എന്തോരം ത്യാഗമേറ്റെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമുള്ള ഇപ്പോൾ ലീഡർ ആയിക്കോട്ടെ, എല്ലാവരും ഗ്രൂപ്പ് നയിക്കാൻ, എല്ലാവരും ആരാധന നയിക്കാൻ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രയർ ഗ്രൂപ്പ് നയിക്കാൻ, ഒരു പ്രൈസാനുപേക്ഷിക്ക്, നമുക്ക് എത്രമാത്രം ഇതുപോലെ ത്യാഗമെടുക്കാൻ പറ്റുന്നുണ്ട്, എത്ര പ്രതിബദ്ധത നമുക്കുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ എന്ത് വില കൊടുക്കുന്നു? ഈ മനുഷ്യൻ കൊടുത്ത വില കണ്ടില്ലേ? ഒന്നും വേണ്ട, അവന് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനാണുള്ളത്. അവൻ്റെ അപ്പനും അങ്ങനെ ജീവിച്ചവരാ. പക്ഷെ ഇവനതല്ല. കാരണം അവന് ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഒന്നും അവനെ കുറിച്ചില്ല. അവന് നല്ല വസ്ത്രം വേണ്ട, ഇതൊന്നുമല്ല അവൻ്റെ ജീവിതം, അവൻ്റെ സുരക്ഷിതത്വം അല്ല അവന് പ്രധാനം. എന്നിട്ട് അവൻ വിളിച്ചു പറയുക, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമായിട്ട് മാറാൻ എന്നും ഇതാ, ഞാൻ ഒന്നുമല്ല. ഇതാണ് കമ്മിറ്റ്മെൻറ്റ്, ഇതാണ് പ്രതിബദ്ധത. ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളോട്, നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങളോട് എത്രമാത്രം നമ്മൾ എന്താണ് പറയുക, താഴണം, എത്രമാത്രം നമ്മൾ സമർപ്പണം നടത്തണമെന്ന് നമ്മുടെ നവീകരണത്തിലും നമ്മുടെ ശുശ്രൂഷകളിലും ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇവൻ നമ്മളോട് പറയുന്നത്. കാരണം ഇവനറിയാം
അങ്ങനെ ചെയ്താലേ വരുവാനിരിക്കുന്നവന് വിലയുണ്ടാകൂ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മളൊക്കെ ത്യാഗമെടുത്ത്, നമ്മളൊക്കെ കമ്മിറ്റ്മെൻറ്റോടുകൂടി നമ്മൾ എന്താണ് പറയുക, കുറച്ച് പരിത്യാഗങ്ങൾ ചെയ്ത് ശുശ്രൂഷ ചെയ്താലേ അവൻ്റെ ശുശ്രൂഷകൾ കൃപയുള്ളതായി മാറൂ. നമുക്ക് വേണ്ടിയല്ല നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത്, അവന് വേണ്ടിയാ, ക്രിസ്തുവിന് വേണ്ടിയാ സ്നാപയോഗനാൻ ചെയ്തത്. ആ ശുശ്രൂഷകൾ കൃപയുള്ളതാകണമെങ്കിൽ നമ്മൾ ഇതുപോലെ ത്യാഗമെടുക്കണം. കരകൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാലോ പ്രിയപ്പെട്ടവരെന്ന് ഓർത്ത് പോയി, നമ്മുടെ ഇപ്പോൾ ഒളിമ്പിക്സ് മത്സരത്തിൽ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടുന്ന ഒരു വ്യക്തി ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനാണ്, അല്ലേ? ഒളിമ്പിക്സ് മത്സരത്തിൽ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടുന്ന വ്യക്തി ലോകത്തിൽ ഏറ്റവും വലിയ ഓട്ടത്തിൻ്റെ ചാമ്പ്യനാണ്. നമുക്കറിയാം 100 മീറ്റർ എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം എന്തോരം ദൂരമുണ്ട്. 100 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇച്ചിരി നീളമുള്ളൂ, അല്ലേ? ഈ ഒളിമ്പിക്സിൽ 100 മീറ്റർ 1ാം കിട്ടുന്ന വ്യക്തി സെക്കൻഡ്സ് മതി ഇവിടുന്ന് ആ 100 മീറ്റർ ഓടി തീർക്കാൻ, അല്ലേ? ശരിയല്ലേ? ഈ ഒരു സെക്കൻഡ് നേരത്തെ ആ ഒരു ഓട്ടത്തിന് വേണ്ടി ആ വ്യക്തി ചെലവഴിക്കുന്ന സമയങ്ങൾ ഓർത്തു. എത്ര മണിക്കൂർ, രാവ് പകല്, മാസങ്ങൾ, വർഷങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ സെക്കൻഡുകളുടെ ഒരു വിജയം, അല്ലേ? ശരിയല്ലേ? ജീവിതം മുഴുവൻ അതുവേണ്ടി, എന്തിനു വേണ്ടി? ഈ ഒരു സെക്കൻഡ് നേരത്തെ വിജയത്തിന് വേണ്ടി ജീവിതം മുഴുവൻ സുഖങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു, ടൂറുകൾ വേണ്ടെന്ന് വെക്കുന്നു, ആഘോഷങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു, അതുപോലെ ലഹരികൾ എന്തെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് എന്തോരം പ്രാക്ടീസും എന്തോരം ത്യാഗങ്ങളും എന്തോരം പണവും മുടക്കി എത്ര കഷ്ടപ്പെട്ടിട്ടാ ഈ ജീവിതം ആ ഒരു സെക്കൻഡ് നേരങ്ങളെ ഒന്ന് വിജയപ്രദം അദ്ദേഹത്തിൻ്റെ ആക്കുന്നത്. ശരിയല്ലേ? അപ്പം വാസ്തവത്തിൽ ആ 1ാം സ്ഥാനം കിട്ടുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഓട്ടത്തിനല്ല അദ്ദേഹത്തിന് കിട്ടിയത്, സമർപ്പണത്തിൻ്റെ അവാർഡാണ് ഈ ഒളിമ്പിക്സ് മെഡൽ. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ, സമർപ്പണത്തിൻ്റെ. നമുക്ക് എത്ര പേർക്ക് ഈ ഒരു ത്യാഗം, ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ ശുശ്രൂഷകളിൽ ജീവിതത്തിലൊക്കെ എടുക്കാൻ പറ്റും? ഇവിടെയാ കൃപയുണ്ടാവുക, ഇവിടെയാ കൃപയുണ്ടാകുക. കൊടുക്കുമ്പോൾ ആ ഒരു മനസ്സ് നമുക്ക് എന്തുകൊണ്ടാകണം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സമയമാകുന്നു, അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ ഒരു സമർപ്പണത്തിന് നമ്മൾ വില കൊടുക്കാൻ നമ്മൾ എത്ര ആക്കും നമ്മൾ ഓർത്ത് പോയി. ഇപ്പം നമ്മളറിയാം വിശുദ്ധ അന്തോനീസിനെ കുറിച്ച് നമ്മൾ പറയുന്നു. വിശുദ്ധ അന്തോനീസ് കേട്ടിട്ടുള്ള കഥയാ. വിശുദ്ധ അന്തോനീസ് നമുക്കറിയാം ചെറുപ്പത്തിൽ നല്ലൊരു മനുഷ്യനായിരുന്നു. പള്ളിയിൽ പോകും, എല്ലാവരോടും ഭയങ്കരമായിട്ട് സ്നേഹം, പള്ളിയിലെ കാര്യങ്ങൾ ശുശ്രൂഷകളിലൊക്കെ. അങ്ങനെ ഇരിക്കും അദ്ദേഹം വൈദികനായി. അദ്ദേഹം അഗസ്റ്റീനിയൻ സഭയിൽ ചേർന്നാണ് എന്താകുന്നത്? വൈദികന്. നമുക്കറിയാം അഗസ്റ്റീനിയൻ സഭയിൽ നിന്ന് കുറേ കേട്ടിട്ടുണ്ട്. എപ്പോഴും ഈ അടുത്ത കാലത്ത് എവിടെയാണ് നമ്മൾ കൂടുതൽ കേട്ടത്? പുതിയ ലിയോ പാപ്പ അഗസ്റ്റീനിയൻ സഭാംഗമാണ്, അല്ലേ? ആ ഒരു സന്യാസ സഭയെ ചേർന്ന് ഇദ്ദേഹം ഒരു വൈദികനായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അന്തോനീസ് എന്ന് പറയുന്ന ഈ വൈദികൻ ഒരു കാര്യം കേട്ടു. എന്താണത്? അസീസിയിലെ ഫ്രാൻസിസിന്റെ കൂടെ താമസിക്കുന്ന, ഫ്രാൻസിസിന്റെ കൂടെ നടക്കുന്ന ഫ്രാൻസിസ്കൻ സഹോദരങ്ങൾ 4-5 പേര് മൊറോക്കോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ഒത്തിരി ആളുകൾ സഭയ്ക്കെതിരെ സഭയെ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഈ 5 സഹോദരന്മാരെ അവിടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഫ്രാൻസിസ് അയച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ 5 പേരെയും പിടിച്ച് അവർ കൊന്നുകളഞ്ഞു. ഈ കൊന്നുകളഞ്ഞെന്നുള്ളൊരു വാർത്ത കേട്ടപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ? അന്തോനീസിന്റെ ചെവികളിൽ മുറി കേട്ട് കഴിഞ്ഞപ്പോൾ അന്തോനീസ് പറഞ്ഞു, എനിക്കും മൊറോക്കോയിലേക്ക് പോയി ശുശ്രൂഷ ചെയ്യണം, എനിക്കും ക്രിസ്തുവിന് വേണ്ടി. പ്രിയപ്പെട്ടവർ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഒരു മനുഷ്യൻ പറയുക എനിക്ക് മരിക്കാൻ വേണ്ടി ഒരു കോൺഗ്രിഗേഷനിൽ ചേരണം, ചുമ്മാ പറഞ്ഞതല്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് പറ്റില്ല. കാരണം അഗസ്റ്റീനിയൻ സഭയ്ക്ക് അവിടെ മിഷൻ പ്രവർത്തനമില്ല, അവിടെ അയക്കില്ല. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ഫ്രാൻസിസ്കൻ സഭയിലേക്ക് മാറിച്ചേരുക. കാരണം എന്തിനു വേണ്ടിയാ? എനിക്കും മരിക്കണം ക്രിസ്തുവിന് വേണ്ടി, അവിടെ പോകണം, ഇവരെ പോലെ മരിക്കണം. അതിനുവേണ്ടി അദ്ദേഹം സഭ മാറി ഫ്രാൻസിസ്കൻ സഭയിൽ ചേരുക. അങ്ങനെയാണ് ഇന്ന് ഈ ഉടുപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ, ഈ കളറുള്ളത്. ഓർത്തു നോക്കി, നിങ്ങളൊന്ന് ഓർത്തു നോക്കി. നമ്മുടെ പിതാവ് തോമാസ് ലീഗ പറയുന്നുണ്ടല്ലോ, നമുക്കും അവനോട് കൂടി. പ്രിയപ്പെട്ടവരെ, ടിപ്പിക്കലായിട്ട് ഈ മനുഷ്യൻ ചേർന്നത് ആരെയും ബോധിപ്പിക്കാനല്ല, എനിക്ക് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി മരിക്കണമെന്ന് പറഞ്ഞ് സന്യാസ സഭ പോലും മാറി ക്രിസ്തുവിന് വേണ്ടി ചാടി പുറപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കി, ആ മനുഷ്യൻ്റെ ഉള്ളിൽ തിളച്ചു കയറിക്കൊണ്ടിരുന്നത് എന്തൊരു ചൈതന്യമാണ്, അല്ലേ?
മദ്യം കുടിച്ചാൽ ഈ ലഹരി കിട്ടിയോ? ഒരു മനുഷ്യന് കിട്ടുമോ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എന്താണ് പറയുക, ഫോർ ഹിം God was so intoxicating than all other drugs. എല്ലാ ലഹരികളെക്കാളും ഏറ്റവും വലിയ ലഹരിയായിട്ട് ആര് മാറി? കർത്താവ് മാറി. നിൽക്കാൻ പറ്റൂല. അദ്ദേഹം ആ സന്യാസവ മാറിയിട്ട് അടുത്ത് എന്തിനു വേണ്ടിയാ? ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിക്കാൻ വേണ്ടി. മറ്റുള്ളവർ സാധാരണതയെ മരിക്കും, കൊല്ലുന്ന കേൾക്കുമ്പോഴത്തേക്കും ഒഴിവാകുക. ഇദ്ദേഹം പറയും മരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. ഓർത്ത് നോക്കിയേ, ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ആരാ? കർത്താവ് കൊടുത്ത ചൈതന്യമല്ലേ? ഇതല്ലേ കമ്മിറ്റ്മെന്റ്? ഇതല്ലേ സമർപ്പണം? വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ സഭയൊക്കെ ഇത്രയെങ്കിലും കൃപയോടുകൂടെ ജീവിക്കുന്ന ഇതുപോലെ ചില ആളുകൾ സഭയ്ക്ക് വേണ്ടി സമർപ്പണത്തോടെ ജീവിച്ചത് കൊണ്ടല്ലേ. നമ്മുടെ ഈ കുവൈറ്റിൽ നമ്മളൊക്കെ ഇതുപോലെ ഒരു തീഷ്ണതയിൽ മുഴുകി, ആ ചൈതന്യത്തെ നിറഞ്ഞ്, ആത്മാവിൻ്റെ അഭിഷേകത്തെ നിറഞ്ഞ് നമ്മളൊക്കെ ജീവിച്ചാൽ കത്തുല്ലേ ഈ നവീകരണമൊക്കെ അല്ലേ? പ്രിയപ്പെട്ടവരെ, ഇതിനു വേണ്ടിയാ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ പ്രാർത്ഥനകളെക്കുറിച്ച് നമ്മൾ കേട്ടു, പ്രാർത്ഥനാ ശുശ്രൂഷകളെക്കുറിച്ച്, പ്രൈസ് ആൻഡ് വേർഷിപ്പ്, ഇതെല്ലാം ഈ ഉള്ളിൽ ദൈവം കൊടുക്കുന്ന ചൈതന്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ അഭിഷേകത്തിൽ മുന്നോട്ട് പോകാനാകട്ടെ. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ വിളിക്കുന്നത് ഇതുപോലെ ആത്മസമർപ്പണത്തോടെ ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി കിട്ടുന്ന അവസരങ്ങൾ ത്യാഗത്തോടെ ശുശ്രൂഷ ചെയ്യാനാണ്. ഇന്ന് സഭ വളർന്നിട്ടുണ്ടെങ്കിൽ നവീകരണം ഇതുപോലെ ആളുകൾ സമയം മാറ്റിവെച്ചത് കൊണ്ടാണ്. എല്ലാം ഓക്കെ ആയിട്ട് നമുക്കൊന്നും ശുശ്രൂഷ ചെയ്യാനോ ഓടാനോ ഒന്നും കിട്ടില്ല. എല്ലാ പണിയും തീർന്നിട്ട് പറ്റൂല. അവിടെയും ഉള്ളിൽ ചൈതന്യം ഉണ്ടെങ്കിൽ ദൈവം തരും നമുക്ക് സമയം. ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ, തീ ഉണ്ടെങ്കിൽ ദൈവം തരും അതിനുള്ള അവസരങ്ങൾ. കത്തിക്കാൻ നമുക്ക് പറ്റും, മറ്റുള്ളവരെ കൃപയിലേക്ക്, അഭിഷേകത്തിലേക്ക് നയിക്കാൻ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലേക്ക് കുറെ കൂടിയൊക്കെ ചേർന്ന് വരാനും, ആഴ്ചയിൽ ഒന്നേ ഉള്ളൂ, പക്ഷെ ഒന്ന് വന്ന് ഉള്ളു തുറന്നൊന്ന് തിരുന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് തീഷ്ണതയോടുകൂടെ ദൈവത്തെ സ്തുതിച്ച്, ഒന്ന് ജീവിതങ്ങളെ ജ്വലിപ്പിച്ച് നമ്മുടെ കുടുംബങ്ങൾ കൃപയുള്ളതായി മാറും. നമ്മുടെ പോകുന്ന ഇടങ്ങൾ, നമ്മുടെ നേഴ്സുമാർ, നമ്മൾ അങ്ങനെയുള്ള തീഷ്ണമതിയായ ഒരു നേഴ്സ് പോയിട്ട് മറ്റുള്ളവർക്ക് ഇഞ്ചക്ഷൻ വെച്ച് കഴിയുമ്പോൾ വെറും മരുന്നല്ല, ദൈവ ചൈതന്യം അവരിലേക്ക് പ്രവേശിച്ച് അവർ ഏറ്റു നടക്കും. പ്രൈസ് ദി ലോർഡ്. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.